ഐസ് അപ്പോൾ ഞങ്ങളെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ മൈക്കില്ലാത്തതിന് ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ വ്ളോഗാണ്. വീഡിയോയിൽ എന്തായാലും മിസ്റ്റേക്സ് കുറേ ഉണ്ടാവും, ഞങ്ങൾക്കറിയാലേ. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ അല്ലേ അതൊക്കെ. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്, രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ നമ്മളെ രണ്ടാമത്തെ വ്ളോഗൊക്കെ സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് ഇറങ്ങിയിരിക്കണ് ഞാനും എന്നോടൊപ്പം അസറുദ്ദീനും ഉണ്ട്. സംഭവം ഞാൻ എവിടേക്ക് വിളിച്ചാലും ഇവനെ എവിടേക്ക് വിളിച്ചാലും ഞങ്ങൾ രണ്ടാളും പോകും. ഇപ്പോൾ കുറച്ച് നീപ്പിച്ചലുണ്ട്, സാരല്ല, നമ്മള് വിട്ട് കളയുന്നു. എന്താ പറയാ, പണ്ടൊക്കെ പറഞ്ഞാല് പണ്ടല്ല ഇപ്പോഴും അസറുദ്ദീനെ വിളിച്ചിട്ട് കിട്ടിയില്ലാണ്ടേല് പിന്നെ രണ്ടാമത്തെ വിളി ഇന്ത്യ കഴിക്കാരം. അസറുദ്ദീൻ എനിക്ക് വിളിച്ചും അസറുദ്ദീൻ കണ്ടപ്പോണ്ടാ ഈ ഡാവ് എവിടെയും പോയിട്ട് എന്തെങ്കിലും അയക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വരല്ലേ, ആ മുസ്തഫാനപ്പം പോയിട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു മെഡലിന് എപ്പോഴും ഒപ്പം ഉണ്ടാവും. അല്ല, അങ്ങനെ വേണം ഒരാള്, അപ്പോഴാണ് ഒരു രസം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കല്യാണത്തിന് പോണത്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഞങ്ങളെ സ്പൈഡർമാൻ സ്പൈഡിയാണ് ഒപ്പം ഉള്ളത്. അപ്പം അപ്പൊ പോലെ പോവാ. ഫുൾ ടാങ്ക് പൈസക്കാരൻ. ഞങ്ങള് എവിടെ പോകുമ്പോഴും വണ്ടിക്ക് എണ്ണടിച്ചല്ലോ വേണേട്ടാ. നമ്മളിങ്ങനെ വെറുതെ സൈഡിൽ ഇങ്ങനെ നിന്നെടുക്കുള്ളൂ. അസറുവിന്റെ അടുത്ത് നിന്നൊക്കെ പൊടിച്ചണം, എല്ലാത്തിനും പൊടിച്ചണം, ഇനി നടപടിയാവില്ല. അപ്പൊ കിട്ടും. കാത്തിരുന്നു തെക്കോ, അതാണ് തെക്ക്, അവിടെയൊക്കെ നോക്കിയിരുന്നു. ഞങ്ങള് ഈ വണ്ടി ഇറക്കിന്റെ ശേഷം ഫസ്റ്റ് പരിപാടിക്ക് പോണ്. പരിപാടി പറഞ്ഞാല് നമ്മളെ കമ്പനിക്കാരന്റെ കല്യാണമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേന്നാ, നമ്മളെ വണ്ടി പറഞ്ഞാല് ഓൾറെഡി പ്രോഗ്രാംസ് പരിപാടികള് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിക്കാരന്റെ കല്യാണം ആകുമ്പോ നമ്മള് തിമിർത്ത് അടിച്ചു പൊളിച്ചു കൊടുക്കണ്ടേ, ആടണം അല്ലേ? അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ ഫുൾ ബ്ലോക്ക് ആകെ കുടുങ്ങിയിട്ടുള്ളു. എന്തൊക്കെ ഇവര് കാട്ടുണ്ട്. ആകെ ചെറിയൊരു റോഡും ഉണ്ട്. കുട്ടികളും ആൾക്കാരും എല്ലാം കൂടി വണ്ടിമൊക്കെ നോക്കുന്നത്. അതൊക്കെ കടന്നിട്ടുള്ളിൽ ഇറങ്ങാനൊരു കുറവേ വണ്ടാൾക്കാര്. നമ്മളാദ്യമായിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോകട്ടെ. എല്ലാവരും അടുക്കി നോക്കിട്ട് വരുമോ, മൊത്തത്തിൽ പൊലിവായിട്ട് ഇരിക്കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നീ ഇറങ്ങിയിട്ട് കല്യാണിച്ചങ്ങനെ പോയി കാണണം. ഇവിടെ പുള്ളി നമ്മളെ അറിയണവരാണ്, മൊത്തത്തിൽ സെറ്റാക്കാണ്ട്. ഓക്കെ, അസറുദ്ദീനൊക്കെ കണ്ണടക്കെ തടച്ചില്ലേ. എന്തിനെങ്ങനെ ചുരുക്കാവണം അസറുദ്ദീനെ? അസൂയ തോന്നിട്ട കുട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാല്. ഇന്റെ എന്താ പാട്, മോശമൊന്നും ഇല്ലല്ലോ. കൊണ്ടുപോയി താടി ഇന്നലെ പോയിട്ട് ഗോട്ടിയാക്കി മൊത്തത്തിലൊന്ന് ചൊറുക്കായി എടുത്തു. പക്ഷേ ഇന്ന് കല്യാണം അതിന്റെ ഓർമ്മയിലേ ഇല്ല. വണ്ടി ഇവിടെ ഇട്ടിട്ടാ പോണത്. സ്പൈഡി മഴയാണ്, എന്നാലും പ്രശ്നമില്ല. ഓഡിറ്റോറിയത്തിലുണ്ട്. അസറുദ്ദീൻ ഇവിടെ നിന്ന് പൊലിവാവുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ പോവാനും മതിയാവാ. എത്ര കാട്ടട്ടിന്ന് അറിയില്ല, ഒരു കഥ. ഏതായാലും ഉള്ളൊക്കെ കയറി വെക്കാം, എത്ര അവസ്ഥ അറിയില്ല. അസ്സലാമലൈക്കും. നമ്മക്ക് പോയി ഫുഡ് കഴിച്ചാലോ? ഫുഡ് കഴിക്കല് പോയിട്ട് പൈസ ഉണ്ട്. അതിന്റെ എന്താ പൈസാത്ത്? അല്ല, ചോറുപേരെ കണ്ടാ നമുക്ക് പൈച്ചു. അതെന്താ അറിയില്ല, നമുക്ക് വല്ലാണ്ട് പോവാരും കാണാതാണ്ട് പോവാം. മൂല കൂടെ നീച്ച് നടക്കേ. നിന്റെ സ്നേഹം കുറച്ചും കൂടി, കുറച്ച് ഉപ്പും കൂട്ടി തിന്നാല, അച്ചാറും കൂട്ടി തിന്നാ. ഫസ്റ്റത്തെ കല്യാണം എങ്ങനെയുണ്ട്? ഫസ്റ്റത്തെ കല്യാണം നിങ്ങളോട് പറയാനേ, കല്യാണമൊക്കെ ഉഷാറാണ്. പക്ഷേ എല്ലാവരും കൂടി നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര മടിയാണ്. എന്നുവെച്ചാൽ എല്ലാവരും കൂടി നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ ചിരിച്ചാനും വെച്ചാൽ ഒളിച്ചാനും വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചോറ് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വെച്ചാൽ, കാരണം ഫുള്ള് ആൾക്കാർ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഇത് കുടിച്ചണം, അതിൽ ചോറിച്ച് എന്താ നമ്മൾ കാട്ടിൽ സലാഡൊക്കെ ഇടണ്ട. എന്നാൽ തന്നെ അസുറാണ് എനിക്ക് മറ്റേ അച്ചാറും ഒക്കെ ഇട്ടത്. ചെക്കൻ്റെ ഒരു സ്നേഹം. എത്ര എങ്ങനെ വക്കോട്ടിക്കണോ? എങ്ങനെ വക്കോട്ടിക്കണോന്ന്? വക്കോട്ടിക്കല്ല, ഞാൻ മറ്റേ വെയിലത്ത് നിന്നിട്ടേ നാച്ചുറൽ കാറ്റ്. എന്റെ കണ്ണട പോയി. ഞാൻ ക്ലാസ് വെച്ച് മെയിൻ ആവട്ടെ അല്ലേ, നമുക്കും വേണ്ട മെയിൻ ആവുക. ജയ് കണ്ണട ഇല്ലെങ്കിലും ചൊറുക്കല്ലേ, നമ്മളെ പോലെ അല്ലല്ലോ. നമ്മള് കേറ്റി തന്ന് വെച്ചു. അല്ല വേണ്ടി ഇക്കൊന്നും രാത്രി മന്തി സാധനം വേണം. മറ്റേ ചോറയും
ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്നുകൊണ്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും കയറുമ്പോഴാണ് എന്ത് വെള്ളം കുടിച്ചാണ്ട് കയറല്. മറ്റേ ഈ ഫുഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നുകൊണ്ട് ജ്യൂസ് കുടിച്ചാൽ വന്നേക്കാം. ദാഹിച്ച പിന്നെ കുടിച്ചല്ലേ. ഞങ്ങൾ കുറച്ച് നേരേ മറ്റേ കാറിൽ വന്നിരിക്കാൻ വെച്ചു. പുറത്ത് ഭയങ്കര ചൂട്. ചൂട് പറഞ്ഞാല് പൊലഞ്ചൂട് വലിയ വേർത്തൊലിക്കുക. ഇവളോട് പറയാന് കിടിലം ബിരിയാണിയും മന്തി അത് കുഴിമന്തിയാ നല്ല രസം കേട്ടോ. അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ അത് തിന്നെ ഞാൻ വെറുതെ വെള്ളം കുടിച്ചാൽ പോലെ തടിച്ചു. എനിക്ക് ഭയങ്കര പേടി. ഞാൻ എന്നിട്ട് അസുഖത്തിനോട് ചോദിച്ചാൽ തടി കൂടിയാലും രസം ഉണ്ടാവില്ല. അത് പ്രശ്നമാണ്. ഇവര് എൻ്റെ ഐറ്റിനും ഇത്ര തടിയാണ്. ഇന്നെ ഇങ്ങനെ മോട്ടറായി. ഇവനൊക്കെ പൊലം മോട്ടറാണ്. എന്നിട്ട് ഈ തടി കൂടിയാലും രസമായിട്ട് മന്തിക്കൊക്കെ കൊണ്ടുപോകും. തടിയല്ലല്ലോ കൂടുതൽ പള്ളം ഇങ്ങനെ മുന്നിക്ക് വരികയാണ്. അതാ പ്രശ്നം. ഇതാണ് കുറെ നീർച്ചക്കാരെ വിളിച്ചത്. നിങ്ങൾക്ക് അറിയില്ല അതിന്റെ ബുദ്ധിമുട്ട്. നമുക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് തടിച്ചാലും തടിച്ചില്ലെങ്കിലും ഒരു കുട്ടിന്റെ അവന്റെ മുട്ടായെടുക്കലൊക്കെ ഉറപ്പിച്ചിട്ടാണ് 10 വട്ടം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്ത് നമ്മളെ തിന്ന് ജീവിക്കണം. പിന്നെ ആവണ്ട വയ്യാത്ത കാലത്ത് നമ്മള് ഒന്നും തിന്നാൻ പറ്റാതെ ഷുഗറും പ്രഷറും ഇരിക്കാണ്ട് അങ്ങനെ ഇരിക്കും അല്ലേ. അപ്പൊ കുറച്ച് തടി അറിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ചിലപ്പോ മൈക്കില്ലാത്തതാണ്. നമുക്ക് മൈക്ക് യൂസ് ചെയ്യാത്തതാണ്. അപ്പൊ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒക്കെ ലെവലോ സെറ്റായിട്ട് ഇങ്ങനെ വരും വീഡിയോസ് ഒക്കെ കിടലായിട്ട് അല്ലേ സുറോ? എന്നല്ല ആഴ്ചയിൽ ഒരു 1-2 വീഡിയോ കേൾക്കണ്ട ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ വരും. ആഴ്ചയിലല്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എന്തെങ്കിലൊക്കെ ബഗിടത്തരം ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങളെന്തായാലും ഞങ്ങളെ ഫോളോവേഴ്സിനെ ഞങ്ങളെ പ്രേക്ഷകരെ ഞങ്ങള് നിരാശപ്പെടുത്തൂല. ഫുൾ കിടിലോ സാധനങ്ങൾ തന്നെ പടച്ചു വിടും. എന്താ സുറക്ക് പറയുന്നത്? അത്രേ ഉള്ളൂ. എന്ത് തേങ്ങ ആയാലും നമുക്ക് കൊറേ ചിലപ്പോ ഒരു സാധനം തുടങ്ങുമ്പോഴേ അതില് കൊറേ നെഗറ്റീവ്സ് ഉണ്ടാവും, വിരോധികളുണ്ടാവും, നമ്മൾ സ്നേഹിക്കേണ്ട ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ടാവും. വിരോധികളെ പറഞ്ഞിട്ട് ഇതിൽ കൂടി കേൾക്കാൻ ഇതിൽ കൂടെ വിടുക. അത്രേ ഉള്ളൂ. വിരോധികൾ എന്ന് പറയുമ്പോ എന്താ പറയുക, അപ്പൊ നമ്മളെത്ര വീഡിയോ തരും, നമ്മള് ഉയർച്ചയിൽ എത്ര ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടാവും. നമ്മള് നന്നാവുക അത് ചിലപ്പോ നമ്മളെ അയൽവാസിയാവും, ചിലപ്പോ ഈ ഒപ്പം നിൽക്കുന്ന അസുറും അങ്ങനത്തെ ആവും മേ ബി. അപ്പോ എന്താ പറയാ, ഒരു പറഞ്ഞൊക്കെ നമ്മൾ ഇതിൽ കൂടി കേൾക്കുക, ഇതിൽ കൂടി വിടും. പക്ഷെ അവരോട് നമ്മൾ തിരിച്ച് അതേമാതിരി ചെയ്യാവുന്നവൻ, നമ്മൾ തിരിച്ച് അതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും പോലെ അതേപോലെ തന്നെ ആയി. അതിനോട് കല്ല നമ്മളെ കാര്യം സീതാ നോക്കുക, അല്ല അങ്ങനെ വിടുക. സീതാ ജാവോ ഇവിടെ കൂടി ഇവിടെ എടുത്തുണ്ട്. എന്താ പറയാ, ഒക്കെ നമ്മള് കൊറേ കാലത്തിന് ശേഷം കണ്ട ചെക്കന്മാരാണ്. കൊറേ കാലമായില്ല ഇപ്പൊ കണ്ടിട്ട്. നമ്മള് ഫസ്റ്റ് അവിടെ ഫുട്ബോളൊക്കെ കളിച്ചപ്പോ എന്നും കാണി, പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോ വൈക്കായി. കളിയൊന്നും വെക്കാത്ത ഓരോരുത്തർ ഓരോ വൈക്കായപ്പോ ഒന്നുമില്ല. മുസ്തഫ ജേ ആ കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തില്ല, ആ പൊട്ടിലൊന്നും കാണിച്ചേക്കാം. ഓക്കെ. കൂട് സാരം എന്താ പറയാ, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടി. ഇത് ഞങ്ങള് കത്തിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറ കത്തിക്കലൊന്നുമല്ല. ഇത് ഞങ്ങള് വേറെ തന്നെ ലെവലാക്കും. സ്ലോമല്ല, ഞാൻ ഇറങ്ങിക്കോ. പുതിയ എന്താ സാറ് എന്ത് ഫോം ഇവിടെ ഫില്ല് ചെയ്യണ്ടായിരുന്നേ? ഇവിടെ നിന്റെ തല വീഡിയോയിലായതുകൊണ്ടാണ് ആ തല എന്ന് പറഞ്ഞത്. അല്ലാണ്ടൊക്കെ അതൊന്നല്ലേ വരല്ലോ മറ്റേ തൊള്ളിയത്. ഞാനേ ക്യാപ്പ് വെക്കട്ടെ. ക്യാപ്പ് വെച്ചാലാണ് എൻ്റെ സൗന്ദര്യം എന്നാണ് മൊത്തത്തിൽ ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമില്ല. നമ്മളെ ഫോളോവറാണ്, ചെക്കന്മാരാണ് അല്ലേ? എങ്ങനെയുണ്ട് വണ്ടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്? യൂട്യൂബില് ഞാന് അക്കൗണ്ട് തുടങ്ങിയാണ്, അതിലിട്ടണം. ഒരു പൈതല് ഞങ്ങള് വണ്ടിയിൽ പോണിട്ട് ഒരു പൈതൽ അങ്ങനെ ഞാൻ എവിടെയോ അത് കറക്റ്റ് എക്സ്പ്രഷൻ.
ചെറിയ കുട്ടികളെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാണ്ടേ. കുട്ടികളൊക്കെ ഭയങ്കര നോട്ടം വണ്ടി ഭയങ്കര രസമാണ് ഓലിക്കൊക്കെ ഈ സ്പൈഡർമാന്റെ ഗ്രാഫിക്സ് അറിയുമ്പോ. എനിക്കും സ്പൈഡർമാൻ ഇഷ്ടമാണ്. ഹലോ സ്പൈഡർമാൻ ബ്രോ. അസറുദ്ദീന് പാടത്ത് പോവാ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പാടത്ത് പോകുന്നു. ഏത് പടം? നമ്മളെ പടം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വെള്ളം കുറഞ്ഞിട്ടാ. വെള്ളം കുറഞ്ഞ് ഫുൾ കുറഞ്ഞ് ഒരു രസം പോയി. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെയൊക്കെ പൊലം തിരക്കിയെന്ന് ഇവിടെ ഒന്നും ഇറങ്ങാൻ വയ്യ. റോട്ടുമ്പോൾ കൂടെ ഒക്കെ ഫുള്ള് വണ്ടികൾ. ഞാൻ കാണിച്ചാൽ ഈ റോട്ടുമ്പോൾ കൂടെ ഒക്കെ ഫുള്ള് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊന്നും വയ്യ. ഇവിടെ കുറച്ച് വെള്ളമുള്ള, അതായത് പാടത്ത് കുറച്ച് ഒരു മുട്ടിൻക്ക് വെള്ളമുണ്ട്. മുട്ടിൻക്ക് വെള്ളമുള്ളതുണ്ട്. അവിടെ ആൾക്കാർ ചാടുന്നെ, അതായത് ഫാമിലിയായിട്ട് വന്ന് കാണ്ടി അവിടെയും ചാടും. അത് ഈ നട്ടുച്ചക്ക് ഇപ്പോൾ ഒരു വെയിലത്ത് ഒരേ വൈബനിട്ട മൊത്തത്തിൽ എല്ലാവരും നമ്മളെ നാട്ടിൽ. ഇപ്പാക്ക് ഏറ്റവും എന്താ പറയുക ഈ വണ്ടിമ്മ ചെയ്ത ഗ്രാഫിക്സിൽ ഇഷ്ടമായത് ഇപ്പുറത്തെ സൈഡ് അങ്ങനെ പൊതുവേ എന്താ പറയുക അങ്ങനെ കാണുന്നില്ല. വെച്ചാൽ ഏത് വീഡിയോ എടുക്കുമ്പോൾ ആ സൈഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇവിടെയാണ് ഇപ്പാക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ഈ ഒരു പോഷൻ. ഇതാണോ രസം അതോ ഇതാണോ രസം? ഏതാണ് രസം? ഇപ്പം ഞങ്ങളെ പാടത്തിൻ്റെ വ്യൂ നോക്കി. പാടത്തിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ടാ വെള്ളം താന്ന് ഈ റോഡ് മുട്ടിനത്ര ഉണ്ടായി. പക്ഷെ ഇപ്പൊ കണ്ടത്ത് മുട്ടിൻകായി മുട്ടിനത്രയായി. പെട്ടെന്ന് താവും പെട്ടെന്ന് പൊന്തു. ഒറ്റടിക്കൊണ്ട് പൊന്തു. 2 ദിവസം ഇതേപോലെ പച്ച വെയിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ കുറഞ്ഞു. അത്രേ നമുക്ക് നീങ്ങല്ലേ ഇവിടുന്ന് പൊലമ്പി പോവാ. നല്ല വെയില്. ഞങ്ങൾ എന്നാലും ഇവിടുന്ന് നീങ്ങട്ടെ. ബാക്കി പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒപ്പിച്ചണം. അല്ലെ പെരി പോട്ടെ. ഡ്രസ്സ് മാറ്റിക്കാണ്ട് ചാടാൻ വരാം. അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയില്ല. കാരണം ഈ വീഡിയോ അല്ലേ ഇവിടെ നിർത്താനായിട്ടില്ല. മറ്റേ ചെക്കന്മാരെ വരെന്ന് പറഞ്ഞില്ല. അപ്പൊ എന്തായാലും ഇനി പെരി പോയിട്ട് ഇനി രണ്ടാമത് ഇറങ്ങാം. അതല്ലേ, കാരണം ഫോണിൽ ഫോണൊക്കെ ചാർജ് ചെയ്യണം. ഫുൾ തിരക്കായതുകൊണ്ട് എന്താ പറയാ, എനിക്കാണെങ്കില് ഒരു പണിയില്ല, എന്നാലും നിന്നെ തീരാൻ നേരമില്ല. ടൈമില്ല, ഭയങ്കര ബിസിയാ. എന്താ പറയാ നിങ്ങളോട്, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൾക്കാരെന്താ പണി നിർത്തിച്ച് പണിയൊന്നുമില്ല, വെറുതെ എടുക്കുക. എന്നാ ചെന്ന് ഇവിടെ വരും. ഓ ഞാൻ ബിസിയാണ്. ഇന്റെ അർത്ഥം അതാണ്, ഞാൻ തിരക്കാണ്. ഇപ്പൊ ചെറിയൊരു അങ്ങോട്ട് കൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളേതായാലും ഈ പെരിക്ക് പോട്ടെ ഇല്ലേ? ഈ പോവാ. അസുറുദ്ദീൻ പോവാണ്. ഇതൊക്കെ ബൈക്ക് എടുത്തിട്ട് ഇന്റെ കൊടുക്കാൻ അങ്ങോട്ട് പോവാ. ഞാൻ കാർ അവിടെ കൊണ്ടുപോയിട്ട് ട്രൗസർ ഇട്ടേ കാട്ടല്ലേ. അത് ചാടാന് ചെലപ്പോ ഓല് ചാടാനൊക്കെ പൂതിയാവും. അന്റെ ഒരു പൂതി ഇന്ന പഴക്കം. ഓക്കെ.